അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. കോഴികളുടെ പാട്ടാണ് നിങ്ങൾ പിന്നെ കേൾക്കുന്നത്. അതായത് ഇന്ന് ഞായറാഴ്ചയാണ്. നമ്മൾ ഇന്നലെ തന്നെ കുറേ പണികളെല്ലാം ഒതുക്കി തീർത്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞായറാഴ്ച ഒന്ന് വീട്ടിലിരുന്ന് കുറച്ച് ആഘോഷിക്കണം. പക്ഷേ ചില കാര്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അതായത് കോഴിക്ക് തീറ്റ കൊടുക്കലും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇന്ന് തന്നെ ചെയ്യേണ്ടതാണ്. എങ്കിലും പുല്ലരിയുന്ന ഇപ്പോൾ മെഷീനുള്ളതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഇന്നലെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ പകല് കുറച്ചൊരു പണിയൊന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ നമുക്ക് പോയിട്ട് എന്തെങ്കിലും ചന്തയ്ക്ക് പോയിട്ട് എന്തെങ്കിലും സാധനമൊക്കെ ഞായറാഴ്ച ആയിക്കൊണ്ട് മേടിച്ചുകൊണ്ട് വരാൻ. കട തുറന്നിട്ടില്ല. എനിക്ക് ഇത്തിരി താമസിച്ചുപോയി. കടകളൊക്കെ തുറക്കുമ്പോഴത്തേക്ക് പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഇന്ന് കുറച്ച് പാചകത്തിലേക്ക് ഇറങ്ങാമെന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. ഉച്ചയ്ക്ക് നടന്നില്ലെങ്കിലും വൈകിട്ടെങ്കിലും നമുക്ക് വല്ലതും ഞാൻ വെച്ച് ഉണ്ടാക്കി കഴിക്കാം എന്നുള്ളൊരു പ്ലാനിലാണ്. നമുക്ക് നോക്കാം അത് എത്രത്തോളം നടക്കും എന്നുള്ളത്. എന്തുഹാ എന്നോട് അയാൾ ചേട്ടൻ ചോദിച്ചു എരിവിടണമെന്ന്. ഞാൻ പറഞ്ഞു നല്ലോണം ഇട്ടോളാൻ. നിനക്കല്ലേ എരിവ് വേണേന്ന്. ഞാൻ ഡയറ്റിൽ എരിവ് കട്ട് ചെയ്ത് തരുന്ന എനിക്കറിയില്ലേ. ഓ ഓ ഓ അങ്ങനെ. എന്നിട്ട് ഞങ്ങൾ 2 സോഡ നാരങ്ങയ്ക്കകത്ത് ഓരോ സോഡയും കൂടെ മേടിച്ചൊഴിച്ച് 3 എണ്ണം ആക്കി. ഇതാ ചേട്ടൻ സ്നേഹം കൊണ്ട് തന്ന പഴം. ഇതുകൊണ്ട് അതാണ് ആ ചേട്ടൻ കണ്ടാ. നമ്മളിവിടെ മുട്ട കൊടുക്കുന്ന കേട്ടോ. ഇവിടെ എരിവിപ്പോൾ കുടിക്കാത്തതുകൊണ്ടാണ് ആ ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ സാധനം സൂപ്പറാ. ഉപ്പ് മാത്രം ഇട്ടിട്ട് എരിവും കൂടെ ആയപ്പോഴത്തേക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇവിടെ നല്ല സോഡ നാരങ്ങ വെള്ളമായിരുന്നു. നേരത്തെ നമ്മൾ ഉപ്പും മധുരവും കൂടി ഇട്ട് കുടിക്കത്തില്ലേ, അടിപൊളി. ഇത് സംഭവം കൊള്ളാം. പക്ഷെ നമ്മൾ എരിവ് ഇപ്പോൾ ഒഴിവാക്കിയത് കൊണ്ട് പെട്ടെന്ന് എരിവെടുത്തപ്പോഴത്തേക്കുള്ളൊരു ബുദ്ധിമുട്ട്. എരിവ് കഴിക്കാണ്ടായിട്ട് കുറേ ആയി. എനിക്ക് മധുരമില്ല, എരിവ് പണ്ടേ ഇല്ല. ബാക്കിയൊക്കെ ഞാൻ കഴിക്കാറുണ്ട്. അപ്പോൾ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ മീൻകട ചിക്കൻ 1 കിലോ 170 രൂപ. നിങ്ങളുടെ ഇടയ്ക്ക് കോഴിക്ക് ഇപ്പം എന്നാ വിലയാണ് ഇവിടെ കിലോ? അതായത് ഫുൾ കോഴി തൂക്കുമ്പോൾ, ഇറച്ചി തൂക്കമല്ല, ഫുൾ കോഴി തൂക്കുമ്പോൾ കിലോ 170 രൂപ. ഇന്ന് കൂടിയോ തരത്തില്ല. ഇന്നലെ വൈകിട്ട് 170 പോയി നോക്കട്ടെ. ഒരു ചിക്കൻ മേടിച്ചാൽ എത്രയായിട്ട് കൊടുക്കണം? നമ്മളെ പട്ടിമാരും കുട്ടിമാരും ഒക്കെ ഇല്ലേ. അന്നേരം മുട്ട കൊടുത്തു. കുറച്ച് ഏറെ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് പണിയൊന്നും ഇല്ലാതെ രാവിലെ പറഞ്ഞില്ലേ, വെറുതെ. അതേ ഇപ്പോൾ ഉച്ചയായി, എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ഇനി ബാക്കി വെള്ളം മേടിച്ച് കറി വെക്കാൻ സുലോമ ഏൽപ്പിച്ചിട്ടേ നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. അതാ നല്ലത്. അപ്പം എന്തുവാന്ന് വെച്ചാൽ ഇന്ന് ചെന്നിട്ട് കുറച്ച് കുരുമുളക് എടുത്ത് പാറ്റി പെറുക്കി എടുക്കണം. നമുക്കൊരു 25 കിലോ കുരുമുളകിൻ്റെ ആവശ്യക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് 25 കിലോ ഒരാൾക്കും പിന്നെ 2 ആൾക്കായിട്ട് 3 കിലോയും. മൊത്തം 28 കിലോ കുരുമുളക് എടുത്ത് പാറ്റി പെറുക്കണം. മറ്റേ തണ്ടുണ്ടല്ലോ, തണ്ടുണ്ടാവും. നമ്മൾ ഉണങ്ങി അങ്ങനെ വെക്കുന്നതല്ലേ. അപ്പം ഇന്ന് പാറ്റി പെറുക്കി എടുത്ത് റെഡിയാക്കി വെക്കണം. അത് പൊടിയായിട്ട് അയക്കാനുള്ള കേട്ടോ, കുരുമുളകായിട്ടല്ല. പാറ്റി പെറുക്കിയിട്ട് പൊടിക്കണം, പൊടിച്ച് കൊടുക്കണം. അത്തി എന്നാ വിലയാ? ഇതെത്രയായി ഗോൾഡ്? 300. മണിയണ്ണനൊക്കെ കാട്ടിൽ പോയി നല്ല കാട്ടുമാങ്ങ കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം മാങ്ങ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. എനിക്കുള്ളത് മാറ്റി വെച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെല്ലുമ്പോൾ അറിയാം. അവിടെ വരെ കയറിപ്പോണ്ടേ. ഇതാ പോയി ദീപും ഇല്ലാത്തോണ്ടാ ഇല്ലേ വന്നേന്. ഇവന്റെ എബിയുടെ കൂട് മാറ്റിയോ? അവനെ മാറ്റിയോ ഇവിടുന്ന്? എവനിവിടെ ഉണ്ടോ? ഇതാണ് നമ്മുടെ കാട്ടിലെ കാട്ടുമാങ്ങ. ഓ എത്ര കാലമായി. ദീപു എവിടുന്നോ 2-3 കൊണ്ടുവന്നായിരുന്നു. അവിടെ ഇച്ചിരി വെള്ളം തന്നടാ. അല്ല ഇതൊന്ന് കഴുകിയാക്കാം. അതുവേ നീ ഇവിടെ നിന്ന് വന്നേന്ന് കാണട്ടെ. ഇന്നലെ എന്നോട് കിടു പറഞ്ഞോ ശാലിനിയമ്മ സിനിമാ നടിയായിരുന്നു. മറ്റേ ഫേസ്ബുക്കിലെ വീഡിയോ കണ്ടിട്ട്. അതുവേ നിനക്ക് നാണം വരുന്നേ. മണം നോക്ക്. അതിന്റെ മണം നല്ലതാ, പുളിയാണ്. ദേവുവേ കാണാൻ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള കുട്ടി ഇറങ്ങി വന്നത് കാണട്ടെ.
നിന്റെ കോടിക്കണക്കിന് വരുന്ന ആരാധകരിപ്പം നോക്കും. എന്തിയെ ദേവു എന്തിയെ ദേവു ചേച്ചി എങ്ങനെയുണ്ട്? ഈ ദേവു ചേച്ചി എങ്ങനെയുണ്ട്? വഴക്കുണ്ടോ? എടാ ഉണ്ടോടാ? എടാ എന്തെങ്കിലും ഒന്ന് പറയടാ. എന്നാ കുടിക്കാനായിരുന്നോ? വാ നിറച്ച് പല്ല് വിളിച്ചല്ലോടാ നിന്റെ. നീ പോയപ്പോ നിന്റെ ഒരു പല്ലുണ്ടായിരുന്നല്ലോ. നീ ഒരു മാസം കൊണ്ട് ഇത്രയും പല്ല് കളിപ്പിച്ചോ? കുഞ്ഞുങ്ങളുടെ വായിലെ പല്ല് നോക്കി. കാണിക്കടാ. വാ തുറക്കടാ. നീ എന്താ നാക്ക് കിട്ടി കാണിക്കുന്നേ? എടാ ഞങ്ങൾ ചേച്ചി എന്തിനു പോയതാന്ന് ചോദിച്ചാൽ കുറെ കാര്യമുണ്ട് പറയാം. കുടിക്കാനാണ് വെള്ളം ചോദിച്ചത്? അല്ല ചേച്ചി ഞാൻ ഇത്ര നല്ല വെള്ളമൊന്നും വേണ്ടായിരുന്നു. അതിനകത്തേക്ക് ശുംബിടിയാണോ? ദേവു ഡാൻസ് ക്ലാസ് ഒക്കെ നടക്കുന്നുണ്ടോ? ഉള്ള വെള്ളത്തിൽ കൊണ്ടാകും. അത് കുഴപ്പമില്ല, അത് കുടിച്ചോളാം. അതിന് വേണോ? ആഹാ, ഈ ഒരു രുചി ഒരു മാങ്ങയ്ക്കും കിട്ടത്തില്ല. മണമുണ്ട്, രുചിയുണ്ട്. നല്ല രുചിയല്ലേ? പണ്ട് നേരത്തെ ഭയങ്കര മധുരമായിരുന്നു. നിങ്ങൾ മഴയൊക്കെ പെയ്തോണ്ടായിരുന്നു. നല്ല പ്രായമായി. അങ്ങനൊക്കെ ഉണ്ടോ? പിന്നെ അല്ല മാവിന് പ്രായമായ നിങ്ങളെ കാട്ടില് രാവിലെ ഒന്ന് കയറി പോകും. 2-3 പേര് മതി, പേടിക്കാനൊന്നുമില്ല. അവിടെ ആരും കാണാനില്ല. സ്വന്തം നാട് കാണാൻ ഇപ്പൊ സമയമില്ല. ഇത് കേക്ക് അതെടുത്ത് നെറ്റിലിട്ട് അത് കാണാം. അതിന്റെ മാറ്റോട്ടി പോയിട്ട് കാണണം. എന്റെ ദൈവം, ഇതിന് കഷ്ടം. നമുക്ക് കാല് വെക്കാൻ പറ്റില്ല. കാല് വെക്കാൻ പറ്റില്ല. അതുപോലും ചോട്ടിലുണ്ട്. മാവേല തീരാറായി. ചോട്ടിൽ ആരും പറക്കുന്നില്ല. അങ്ങ് കിടക്കുവാണ്. ഒരു 10-15-20 സെന്റ് സ്ഥലത്തിൻ്റെ ക്ഷേത്രത്തിൽ കിടക്കും. അങ്ങനെ ഞങ്ങൾ കിട്ടിയ മാങ്ങ കവറിലാക്കി പോവുകയാണ്. കാട്ടിലൊരു വലിയ മാവുണ്ട്. ഈ മാവേലെ മാങ്ങ കുന്നുകണക്കിനാണ് കിടക്കുന്നത്. ആനക്കാട്. അപ്പോൾ ഇവരെല്ലാം കൂടെ പോയി പെറുക്കിയതാണ്. കുറേ ആയിട്ട് എണ്ണാണി പറയുന്നുണ്ട് കാട്ടിപ്പോവാം. മണിയണ്ണൻ്റെ ഫാമിലിയൊക്കെ കണ്ടിട്ട് കുറച്ചായില്ലേ, ഇപ്പോൾ സന്തോഷമായില്ലേ? കുറേ പേർക്കൊരു വിചാരം ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ തമ്മിൽ എന്തോ വലിയ പ്രശ്നമാണ്. ഒരു പ്രശ്നവുമില്ല. എല്ലാവരും അവനവൻ്റെ കുടുംബ പ്രശ്നങ്ങളും കുടുംബകാര്യങ്ങളുമായിട്ട് തിരക്കിലാണ്. മണിയണ്ണ വേറെ ജോലിയും കാര്യമൊക്കെ ആയിട്ട് പോകുന്നു. ചേച്ചി ജോലിക്ക് പോകുന്നില്ല, കുഞ്ഞു ചെറുതല്ലേ. നമ്മൾ നമ്മുടെ ജോലിയുമായി തിരക്കിയിരിക്കുന്നു. ഏതാവശ്യത്തിന് വിളിച്ചാലും വരും. കഴിഞ്ഞ ദിവസം 2 ദിവസം ഞങ്ങളില്ലായിരുന്നു. അന്ന് മണിയണ്ണനായിരുന്നു 2 ദിവസം ഒന്നും ഇല്ലാന്ന് നോക്കിയത്. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ അല്ലാണ്ട് ഒരു പ്രശ്നമില്ല ഞങ്ങളൊന്നും തമ്മിൽ. അമ്മേ ടാർപ്പ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അമ്മയ്ക്ക് ഈ മഴ സമയത്ത് ടാർപ്പം ഇട്ട് തേക്കിൽ എന്തോ ഒരു വിഷമം പോലെയാ. കെട്ടിക്കഴിയുമ്പോൾ ഇഡ്ഡലിയും സാമ്പാറും കഴിക്കാൻ പറ്റാതിരുന്നത്. മണിയണ്ണന്റെ വീട്ടിലെ അല്ല, കാട്ടിൽ പോയി പെറുക്കിയതവര്. 25 കിലോ അല്ല 28 കിലോ ഞാൻ പാറ്റി പെറുക്കി വരുമ്പോഴത്തേക്ക് നേരം വെളുക്കുന്നു. ഒടുവിലേ നമ്മുടെ അപ്പുറത്ത് കിടക്കുന്ന കാട്ടിലെ പട്ടിയില്ലേ, കാട്ടിൽ കിടക്കുന്ന പട്ടി ആയതുകൊണ്ടാണ് കാട്ടുപട്ടി. നമ്മളതിനെ വളച്ചു. എന്തെല്ലാം മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തു. തള്ളപ്പട്ടീനെ ഇപ്പറ വേലി ചാടിച്ചിട്ടുണ്ട്. ഇനി കുഞ്ഞുങ്ങളെ എടുക്കാൻ കുഞ്ഞാവ് പോയിട്ടുണ്ട്. അപ്പോൾ ക്യാമറ എൻ്റെ ഇല്ലായിരുന്നേ, പണിയെടുത്തിട്ടിരിക്കുമായിരുന്നു. ഓടിപ്പോയി ഞാൻ എടുത്തിട്ട് വന്നതാണ്. കുഞ്ഞവിടെ നിൽക്കി, ഞാൻ ഇപ്പം വരാം. ചിലപ്പോൾ ഞങ്ങളിൽ ഒരാൾക്ക് ഇന്ന് കടി കിട്ടും. ആ പൊളിക്ക് വന്നാൽ എന്നെ കടിച്ചാൽ ഞാൻ തിരിച്ച് കടിക്കും, യാതൊരു സംശയമില്ല. പട്ടി ഇഞ്ചക്ഷൻ എടുക്കണം, എനിക്കതേ പറയാവുള്ളൂ. ആ മിണ്ടാണ്ടിരി എന്താ എന്തിനാ കരയുന്നേ? തള്ള തന്ന് ചാടി തന്നോ അവിടെ? എന്ത് ഭംഗിയാ കാണാൻ. ആ മണ്ണിൽ എന്റെ പൊന്നുമ്മച്ച പാത്തു കടി കിട്ടും. കുഞ്ഞാ എനിക്കൊന്ന് എടുക്കാൻ തരാമോ? കുഞ്ഞാ തള്ള കടിക്കുന്നതിന് മുന്നേ
അങ്ങോട്ട് നമ്മൾ കിടക്കുന്ന ഷെഡിന്റെ താഴെ ഇടാം. എന്നെ തരാമോ? പാത്തു പോ, പാത്തു കടി കിട്ടും പാത്തു. പിന്നെ എനിക്കൊന്തായാലും എടുക്കാൻ കൊതിയുണ്ടോ? ഡേഞ്ചറാണ് ഇവന്മാർ കടിക്കുന്ന ടൈപ്പ്. എന്നെ കടിക്കുമോ ഇത്? അത് കഴിക്കൂ. എന്റെ പാത്തുമ്മേ, എന്നെ പാത്തു വന്നു. വാ, പാത്തു. ആരെവിടെ? വാ, വാ. അയ്യോ, പിടിച്ചോ. തളവര്, തളവര്. ഈ പാത്തിനെ ഓടിച്ചു കൊണ്ടോ. എല്ലാരും ചോദിക്കുന്നുണ്ട് ഇത് കാട്ടുപട്ടിയാണോ കാട്ടുപട്ടിയാണോ എന്ന്. നമ്മുടെ വീട്ടിൽ ഒരുപാട് പട്ടികളുണ്ട്, കേട്ടില്ലേ? അപ്പോൾ ഇത് കാട്ടിക്കിടക്കുന്ന പട്ടി. അപ്പം ഞങ്ങൾക്ക് പരസ്പരം സംസാരിക്കുമ്പോൾ കാട്ടിക്കിടക്കുന്ന പട്ടിക്ക് ചോറ് കൊടുത്തോ, കാട്ടിക്കിടക്കുന്ന പട്ടി നനയുവോ, കാട്ടിക്കിടക്കുന്ന പട്ടിക്ക് വെള്ളം കൊടുക്കുമോ ചോദിക്കൂലേ? അതാണ് ഞങ്ങളുടെ കാട്ടുപട്ടി. ഏതോ ഒരു പട്ടി ആ കാട്ടിൽ വന്ന് പ്രസവിച്ചു കിടന്നു. തള്ളേനെ നമ്മൾ വേലി ചടിച്ചു വളച്ചെടുത്ത ഒരു വിധത്തിൽ. ഇത് കുട്ടികൾ കടിക്കുന്ന ടൈപ്പ് കുഞ്ഞുങ്ങളാണ്. ഈ മുഖം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്, എൻ്റെ ഒരു പട്ടി ജീവിതം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ കടിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ കുട്ടി എന്ത് രസമാണ് കാണാൻ. ചെക്കന്മാരാ. പിന്നെ ആരെല്ലാം ആവശ്യക്കാരുണ്ടേ പറ. വഴിയിലെങ്ങും ഇനി ഇവിടെ ഇട്ട് വളർത്താൻ ഇവിടെ ഒട്ടും സ്ഥലമില്ല കേട്ടോ. കുറേ പട്ടികളായില്ലേ. ആരും കൊണ്ടുപോയില്ല, നമ്മൾ നോക്കും, അത് വേറെ കാര്യം. നല്ല കടിക്കുന്ന നാടൻ കാട്ടുപട്ടി കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ. കുറേ പേരെ കളിയാക്കി കാട്ടുപട്ടി അല്ലത് നാടൻ പട്ടിയാണ്. നാടൻ പട്ടി തന്നെയാണ്, പക്ഷേ ഇതിവിടെ കാട്ടിലാണ് പ്രസവിച്ച് കിടന്നേ. ഞങ്ങൾക്ക് പറയുമ്പോൾ അവള് പറഞ്ഞു കൊടുക്ക്. അപ്പം ഞാൻ പോട്ടെ. പക്ഷെ ഇതാണ് ഞങ്ങളുടെ പാത്തു. ഞങ്ങളുടെ പാത്തുവിന് ഇപ്പം ഏത് കൊച്ചുങ്ങളെ കണ്ടാലും ചിന്നുണ്ട്. ഇവൾക്ക് 20 വയസ്സുണ്ട്. അറിയാത്തവരുടെ ശ്രദ്ധയ്ക്ക് 20 വയസ്സ് കഴിഞ്ഞ് ചിന്നു എന്ന യുവതിയാണ് ഇവൾക്ക് പട്ടിക്കുഞ്ഞുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഇവളുടെ വിചാരം ഇവളിപ്പോൾ പ്രസവിക്കുമെന്നാ. പിന്നെ ഒരു കുഴിയൊക്കെ കുഴിച്ച് പോയി പ്രസവിക്കാൻ കിടക്കും. അങ്ങനെ ഒരു വൃത്തികെട്ട നല്ലൊരു സ്വഭാവമുണ്ട് ഞങ്ങൾക്ക്. ഇപ്പം എല്ലാവർക്കും കൊച്ചുങ്ങളെ വേണം. തള്ള ഇന്ന് എൻ്റെ പാട്ടുമണി, എൻ്റെ ഒരു പൊന്നാണ്. ദേ ഇപ്പുറത്ത് നോക്കൂഞ്ഞോ. എനിക്ക് നമ്മൾ ഡെയിലി ഫുഡ് കൊടുക്കുന്നുണ്ടേ. തള്ളപ്പട്ടിക്ക് ഏകദേശം മനസ്സിലായി അതൊരു സെലിബ്രിറ്റി ആയ കാര്യം. നമ്മൾ ശുണ്ടിടുവാണ്. എന്നാ പാത്തു? എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് തരില്ല. നിനക്ക് പറ്റിയൊരു യുവാവിനെ ഞാൻ കണ്ടെത്തി നിന്നെ പ്രസവിപ്പിക്കാം. ആ കുട്ടികളെ നീ സ്നേഹിച്ചാൽ മതി. വേറെ സൂത്രക്കണ്ടോടെ. ഉമ്മച്ചോ പട്ടിക്കുഞ്ഞിനെ വേണോടാ. എടാ ഉമ്മച്ചോ, ഉമ്മണിയെ ഒരു പട്ടിക്കുഞ്ഞിനെ തട്ടേടാ. എടാ ഒരു പട്ടിക്കുഞ്ഞിനെ തട്ടേടാ നിനക്ക്. സ്നേഹിക്ക് രണ്ടുപേരും സ്നേഹിക്കില്ല. ഉമ്മച്ചന്റെ പേടി കണ്ടോ അടുത്ത് വന്നു കഴിഞ്ഞാൽ. ഇന്നെ പാത്തിന് ഉമ്മച്ചോ ഒരു ഉമ്മച്ചൊരു ഉമ്മച്ചൊരു കടിക്കും. ഉമ്മച്ചിന് ഭയങ്കര പേടിയാണ് പട്ടിക്കുഞ്ഞിന്. തള്ളയാണ് ഒന്ന് സൂം ചെയ്ത് എല്ലാ കാഴ്ചകളും കാണുന്നത്. അല്ല അതാ താഴത്തെ 2 കുഞ്ഞുങ്ങളാണ്. ആണോ? ഇതിന്റെ തള്ള എവിടെ? അവളപ്പുറം വന്നോ? എന്റെ പാത്തു ഒന്ന് മാറ. എന്റെ തള്ള വരട്ടെ. വരുമ്പോഴത്തെ മീനാക്ഷി ഇല്ലയോ അത്? ഉമ്മച്ചനിപ്പോ അവരെ പേടിപ്പിക്കുവേ. ആ ഉമ്മച്ചനെ പേടിയാ ഇവർക്ക് രണ്ടു. ആരാ അത്? രമേശിനും സുമേഷിനോ? എന്റെ പാത്തു തരത്തില്ല. എന്തൊക്കെ പറഞ്ഞാലും തരത്തില്ല. ഇവരുടെ അമ്മപ്പട്ടി വേലി ചാടി. അവളിനി ഇപ്പുറം ചാടണം. ഇടതും വലതും വിടാണ്ട് പിടിച്ചു വെച്ചേക്കുക. ചാക്കെന്തേലും പിരിച്ചാലോ? ചാക്ക് പിരിക്കണം. പാത്തു പക്ഷെ ഇവിടെ ചാക്കെടുത്തുണ്ടോ? ഇവരെങ്ങനെ ഇവരുടെ മുമ്പിൽ എങ്ങനെ വെച്ചിട്ട് പോകും? ഇവരെ താട്ട് പിടിക്കണം. ഓ ഇനി എന്ത് കണ്ടാലും പാത്തും ചിന്നും എടുത്തോണ്ടോ? നിന്റെ മോളല്ലേ ചിന്നനെ. ഞാൻ നിൽക്കണം. ചിന്നു പാത്തും ചിന്നും ഒരു വഴിക്ക് പോകും. ഉള്ളി അറിയ അമ്മ ഇടയ്ക്ക് പറയുന്ന പോയി വല്ല പണിയും ചെയ്യാം. ചിന്നുനോട് 10-20 വയസ്സായില്ലേ, പോയിട്ടല്ല. നീ പോയിട്ട് ഉള്ളി അരിയണം. നീ വെളുത്തുള്ളി പൊളിക്ക്, നീ ഇഞ്ചി ചേരണ്ട്. പത്ത് പോയി ചാക്കെടുത്തോണ്ട് പോവാ. ഓ എന്നായിരുന്നു എൻ്റെ ഫാമിൽ എത്ര തൊഴിലാളികളായിരുന്നു. ഇതിൻ്റെ അമ്മപ്പട്ടി അങ്ങോട്ട് ചാടിയിട്ടുണ്ട്. എല്ലാം കാണുന്നുണ്ട്. ഇനി വരും ഇപ്പോൾ. ഞാനെങ്ങനെ മേളിൽ കൂടെ കയറിപ്പോവോ? ഞാനിങ്ങനെ മേളിൽ കൂടെ എങ്ങനെ കയറിപ്പോന്ന്? ഇങ്ങോട്ട് മാറും. ഉമ്മച്ചിരി ഏരിയ കാണേണ്ടതാണല്ലോ. ജാനു ദേഷ്യപ്പെട്ട് പോയി, കയറിച്ചു പോയി. അവർക്ക് എന്താ അതിൽ എന്നെ പോലെ ചെറിയ കാര്യത്തിൽ നിങ്ങൾ വേണം. ഞങ്ങൾക്ക് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. പണിയുണ്ട്. വാ, എനിക്ക് പുല്ല് വെട്ടണം. എനിക്ക് പുല്ല് അരിയണം. ഇവരിപ്പോ എന്ത് ചെയ്യാം? പട്ടിക്ക് ചോറ് കൊടുക്കും. അമ്മേ ഞാനിനി തള്ളയാവേണ്ടി വരുമോ? തള്ളപ്പട്ടി വന്നില്ലെങ്കിൽ എന്തൊക്കെ തിന്നാറായതാണ്. തിന്നാറായി, കഴിക്കാറായി, കണ്ണൊക്കെ തുറന്നു. നമ്മുടെ പിള്ളേരാണോ ഇതൊക്കെ? കുഞ്ഞമ്മ, വല്യമ്മ, അമ്മൂമ്മ എല്ലാരും ഉണ്ട് ഇവിടെ. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നിന്നെ കഴിഞ്ഞ ദിവസം വളയ്ക്കാൻ അതുവഴി നടന്നില്ലേ? അവന്റെ മക്കള്. പാത്തൂനിപ്പോ ഇത് ഒറ്റയ്ക്ക് വേണം. അതാണ് പാത്തൂന്റെ ആവശ്യം. പിന്നെ എന്താന്ന് വെച്ചാൽ ഡീൽ ചെയ്ത്
വീഡിയോ എടുക്കലും ഡീലിങ്സും എല്ലാം കൂടി നടക്കൂല. നടക്കണം. അമ്മപ്പട്ടി അവിടെ നിന്നുകൊണ്ട് നോക്കുന്നുണ്ട് ആരൊക്കെ എൻ്റെ മക്കൾക്ക് കാവലിരിക്കുന്നത്. ഞാൻ തൽക്കാലം താത്ത് വെച്ചിട്ട് കൈ കഴിക്കുന്നു. ഞാൻ ഇപ്പോൾ ഒരു ചാക്കോ തുണി എന്തെങ്കിലും എടുത്തിട്ട് വരും. പോസ് ചെയ്യൂ. ഇവർ ഇരട്ട പിള്ളേരാ. എവിടെ നോക്കട്ടെ. രമേശ്, സുമേഷ് ഇവിടെ വാ. രമേശ്, സുമേഷ്. ആ കണ്ട. എവിടെ രമേഷും സുമേഷും? ഒരുത്ത മല കയറി അടുത്ത ആളും കയറും. ഹായ് രമോ, ഇങ്ങോട്ട് നോക്കൂ. കണ്ട രമേശിനെ സുമേഷിനെയും. ഇങ്ങോട്ട് നോക്കടാ. മുറുമുറുക്കുന്നു. കരയണ്ട, മമ്മി ഇപ്പൊ വരും. എന്താ നിങ്ങൾക്ക് പറയാനുള്ളേ? എൻ്റെ പാത്തൂന് പറ്റിയ ബോയ് ഫ്രണ്ട്സ് ആരെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയണം കേട്ടോ. പാത്തൂന് പറ്റിയ ബോയ് ഫ്രണ്ട്സ്. അവളിലൊരു അമ്മ ഉറങ്ങിക്കിടക്കണ്ട. അവൾക്കും കാണത്തില്ലേ ആഗ്രഹം ഒന്ന് പ്രസവിക്കണം. ആഗ്രഹം കാണൂലേ? ആഗ്രഹമുണ്ട്. നീ വേര് ചാടാൻ പോകുന്നതെന്ന് ഞാൻ അറിയുന്നില്ലെന്നാ നിൻ്റെ വിചാരം. ആ മമ്മി എപ്പോൾ വരും എന്നുള്ള ചോറ് കൊടുക്കുന്ന സമയമല്ലേ. ചോറെടുത്ത് വയ്ക്കുമ്പോൾ ഒന്നുകൂടെ ഇങ്ങനെ ചാടി വരും. മുമ്പ് സ്നേഹത്തോടെ വിളിച്ചപ്പോൾ ഇപ്പുറം ചാടി ഇങ്ങനെ വന്നായിരുന്നു കേട്ടോ. ഗേറ്റ് തുറന്നിട്ട് കൊടുത്തിട്ട് ഒരു ചാക്കിൻ്റെ കഴിച്ചാൽ അങ്ങോട്ട് അങ്ങോട്ട് കയറ്റി ഒരു ചാക്ക് വെച്ചു. മഴ പെയ്താൽ അല്ല മോടെ അല്ല, പാറുവിൻ്റെ അല്ല അത്. പാറുവിൻ്റെ മക്കളാന്ന് പറഞ്ഞൊന്ന് നോക്കുന്നുണ്ട്. കാറിൻ്റെ അല്ല. നിന്റെ പിള്ളേർ ഇങ്ങനത്തെയാണോ? തന്ത ഒന്നാന്ന് പറഞ്ഞാൽ പിള്ളേർ ഇങ്ങനത്തെയാണോ? പാറു, മിസ് പാറു നിൻ്റെ അല്ല. ഓ വീട്ടിൽ പോയിട്ട് നിൻ്റെ എത്ര ഉണ്ടെന്ന് എണ്ണി നോക്ക്. പിയാറു, ഇതാണാ മമ്മി. ബാ ഇനി ബാ, ഇനി ബാ മക്കളെടുത്ത് വാ. വിളിച്ചു നോക്കിയാൽ കുഞ്ഞു ചിലപ്പോൾ വരും, നിൻ്റെ അടുത്ത് വരും. നിങ്ങളൊരു ഭയങ്കര സ്നേഹത്തിലല്ലേ. മറ്റേ നാഗവല്ലി കൊണ്ടുവന്ന പോലെ കൊണ്ടുപോവാം. ബാ കുഞ്ഞിനെ തരാം. ബാ പിണക്കമാണോ? വരൂ. പിള്ളേർ ഇവിടെ ഉണ്ട്. ബാ പിള്ളേർ ഇനി വേണ്ടായോ? അവരുടെ സൈക്കോളജിക്കൽ മൂവാണേ. ഒരു പട്ടിക്കുഞ്ഞിനെ കാണിച്ച് തള്ളപ്പട്ടിയെ വശീകരിക്കാനുള്ള പ്ലാനാണ്. അതിലവൾ വീഴുമോ? കുഞ്ഞാവ സക്സസ് ആകുമോ? എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? ഇത് നമുക്ക് വേണ്ടാന്ന്. വാ, ബാക്കിയുണ്ട് ഇവിടെ. വായോ ബാ. എടാ ബുദ്ധിമാനെ, ദേ വിളിച്ചോണ്ട് പോന്നു. പാറുവിനെ മാറ്റില്ലേ കടിയാവും. പാറു, നീ ആ ചേട്ടത്തി അമ്മ എന്നുള്ള സ്ഥാനം ഒഴിവാക്കൂ. നീണ്ട് പട്ടിക്കുഞ്ഞിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നോക്കിയേ. എൻ്റെ ബുദ്ധിമാനായ കെട്ടിയവൻ. പാറു, നിൻ്റെ പിള്ളേരെ വല്ലവരും എടുത്തോണ്ട് വീട്ടിൽ വീട്ടിൽ പോ. ഇല്ല ചെല്ല്. അങ്ങനെ അവരൊരുമിക്കുകയാണ് ഗൈസ്, ഒരുമിക്കുകയാണ്. അമ്മ മക്കൾ ഒരുമിച്ചു. ആരാ നോക്കൂ. ഹോ, ഒരു പ്രസവിച്ച സുഖം. ഉത്തരവാദിത്തങ്ങളെ കാട്ടിക്കിടന്നപ്പോൾ കുഴപ്പമില്ല. ഇവിടെ നമ്മൾ കൊതുക് കടിക്കുന്നു. അഹങ്കാരി. അങ്ങനെ അടുപ്പിച്ച് കാണിച്ചേ. അങ്ങോട്ട് പാലൊക്കെ അങ്ങോട്ട് കൊടുക്ക്. എൻ്റെ പൊന്നു പട്ടി, ഞാൻ വിചാരിച്ചു തള്ളയുടെ ഉത്തരവാദിത്തം കൂടി ഞാൻ ചെയ്യേണ്ടി വരുമെന്ന്. തൻ്റെ ഭർത്താവിന് മറ്റൊരു കാമുകിൽ കുട്ടിയുണ്ടെന്നറിഞ്ഞ പാറുവിൻ്റെ അവസ്ഥ. ഇതാണ് മിസ്സസ് പാറു. ഇവളുടെ ജീവിതകഥ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഇവളൊരു ചതിക്കപ്പെട്ട യുവതിയാണ്. തൻ്റേതല്ലാത്ത കാരണത്താൽ 10 മക്കളുടെ അമ്മയായ ഒരു യുവതി മിസ്സസ് പാറു. ഇവളുടെ കഥ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാമേ. ടാറ്റ പറ. ടാറ്റ. നിന്റെ കട്ടിയോ വഴി വഴിച്ചാൽ എന്നോട് തന്നെ അറിയിക്കുന്നത്.